ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2022 കറണ്ട് അഫെയർസുമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം പത്മ അവാർഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പത്മ അവാർഡ് പ്രഖ്യാപിച്ചു 2022. അപ്പോൾ ഒരുവിധം എല്ലാ PSCകളിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. ഒന്നാമത് കറണ്ട് അഫെയർസാണ്. അപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോസ് നമ്മൾ ചാനലിൽ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 5 മലയാളികളാണ് ഇക്കുറി 128 പേരുടെ പട്ടികയിൽ ഇടം പിടിച്ചത്. കവിയും നിരൂപകനുമായ P. നാരായണക്കുറുപ്പ്, വെച്ചൂർ പശുക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മണ്ണുത്തി സ്വദേശിയായ ഡോക്ടർ ശോശാമ്മ ഐപ്പ് എന്നിവർ പത്മശ്രീ നേടി. സാമൂഹ്യ പ്രവർത്തനത്തിന് KV റാബിയയും കായിക രംഗത്തെ സംഭാവനകൾക്ക് ചുണ്ടയിൽ ശങ്കരനാരായണൻ മേനോനും പുരസ്കാരങ്ങൾ കിട്ടി. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് അടക്കം 4 പേർക്ക് ഈ വർഷത്തെ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മരണാനന്തര ബഹുമതിയായാണ് ബിപിൻ റാവത്തിനും മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കല്യാൺ സിംഗിനും UPയിൽ നിന്നുള്ള രാധേശ്യാം ഖേങ്കയ്ക്കും പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രഭ ആത്രയാണ് പത്മവിഭൂഷൺ ലഭിച്ച മറ്റൊരാൾ. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഗുലാം നബി ആസാദിനും മുതിർന്ന CPM നേതാവ് ബുദ്ധദേബ് ഭട്ടാചാര്യയും അടക്കം 17 പേർക്ക് പത്മഭൂഷൺ പുരസ്കാരങ്ങളുണ്ട്. പത്മശ്രീ ലഭിച്ചവരുടേതടക്കം 128 പുരസ്കാര ജേതാക്കളുടെ പേരുകളാണ് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചത്. നജ്മ അക്തർ, സോനു നിഗം എന്നിവർക്കും പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാൻ തന്നത്. ഇനി നമുക്ക് ഓരോരോ പുരസ്കാരങ്ങളും അത് ആർക്കൊക്കെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഏതൊക്കെ സെക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ഏത് സ്ഥലത്ത് നിന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കൂടുതലായിട്ടും നോക്കാം. ഓക്കെ, ആദ്യം കേൾക്കുമ്പോൾ പേരുകളൊക്കെ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. റിപ്പീറ്റ് ചെയ്ത് എഴുതി വെച്ച് വായിച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, പത്മ അവാർഡ്സ് എന്ന് പറയുന്നത് 3 കാറ്റഗറി ആയിട്ടാണ്. അറിയാലോ അല്ലേ? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ്. ഈ വർഷം 128 അവാർഡാണ് ഈ 3 കാറ്റഗറിയിൽ നിന്നും മൊത്തത്തിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ചോദിക്കാൻ സാധ്യതയുണ്ട്. ടോട്ടൽ എത്ര പത്മ അവാർഡ്സാണ്? 128 കേട്ടോ, മറക്കരുത്. ഓക്കെ, ഒന്നാമത്തെ പത്മവിഭൂഷൺ ആർക്കൊക്കെയാണ്? ബിപിൻ റാവത്തിനും കല്യാൺ സിംഗിനുമാണ്. മരണാന്തരം ആണ്. ഓക്കെ, പത്മവിഭൂഷൺ ലഭിച്ചത് ബിപിൻ റാവത്ത്, കല്യാൺ സിംഗ്. പത്മഭൂഷൺ ലഭിച്ചത് 17 പേർക്കാണ്. 17 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. സത്യനാഥ് അല്ല, സുന്ദർ പിച്ചെ, സൈറസ് പൂനവാലെ, കൃഷ്ണ എല്ല, സുചിത്ര എല്ല, പ്രതിഭ റായ്, റഷീദ് ഖാൻ, വിക്ടർ ബാനർജി, ഗുർമിത് ബാവ, ഇത്രയും പേർക്ക്. ഇനി പത്മഭൂഷൺ നിരസിച്ച ആളുണ്ട്, ബുദ്ധദേവ് ഭട്ടാചാര്യ. പത്മഭൂഷൺ അവാർഡ് നിരസിച്ചത് 2022 പത്മഭൂഷൺ അവാർഡ് നിരസിച്ചത് ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് കേട്ടോ. അതുപോലെ പത്മശ്രീ 107 പേർക്കാണ് ലഭിച്ചത്. നമ്പേഴ്സ് മറക്കണ്ട. പത്മവിഭൂഷൺ 2 പേർക്ക്, പത്മഭൂഷൺ 17, പത്മശ്രീ 107 പേർക്കാണ് ലഭിച്ചത്. അതിൽ 4 മലയാളികളുണ്ട്. മലയാളികൾ ആരൊക്കെയാണ്? P. നാരായണക്കുറുപ്പ്, KV റാബിയ, ശങ്കരനാരായണ മേനോൻ, ശോശാമ്മ ഐപ്പ്. ഓക്കെ, 4 ഓപ്ഷൻസും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. കാരണം ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. ആരൊക്കെയാണ് 4 ആൾക്കാരെ? ഒന്നുകൂടി നോക്കാം. P. നാരായണക്കുറുപ്പ്, KV റാബിയ, ശങ്കരനാരായണ മേനോൻ, ശോശാമ്മ ഐപ്പ്. പത്മശ്രീ ലഭിച്ച 107 പേരിലെ 4 മലയാളികളാണ് ഇവർ കേട്ടോ. പത്മശ്രീ ലഭിച്ച 107 പേരിലെ 4 മലയാളികളാണ് നാരായണക്കുറുപ്പ്, KV റാബിയ, ശങ്കരനാരായണ മേനോൻ, ശോശാമ്മ ഐപ്പ്. ഇനി അടുത്തത് പത്മവിഭൂഷൺ ലഭിച്ച ആളുകളുടെ ഫീൽഡും സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രി നോക്കാം നമുക്ക്. പ്രഭ അത്രേ ഫീൽഡ് ഏതാണ്? ആർട്ടാണ്. എവിടെ നിന്നാണ്? സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ് കേട്ടോ. ഇനി അടുത്തത് ശ്രീ രാധേശ്യാൻ ഖേംക, ലിറ്ററേച്ചറിലും എഡ്യൂക്കേഷനിലുമാണ് അവാർഡ് ലഭിച്ചത്. പത്മവിഭൂഷൺ അവാർഡ് ഏതാണ്? ഉത്തർപ്രദേശാണ്. അടുത്തത് ജനറൽ ബിപിൻ റാവത്ത്. ബിപിൻ റാവത്തിന് സിവിൽ സർവീസിലാണ്, ഉത്തരാഖണ്ഡിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്. ഉത്തരാഖണ്ഡ് സിവിൽ സർവീസ്. ശ്രീ കല്യാൺ സിംഗ് പബ്ലിക് അഫെയർസിലാണ്. അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നാണ്. ബിപിൻ റാവത്ത് ഉത്തരാഖണ്ഡിൽ നിന്നും, കല്യാൺ സിംഗ് ഉത്തർപ്രദേശിൽ നിന്നുമാണ്. ബിപിൻ റാവത്തിന് സിവിൽ സർവീസിനും കല്യാൺ സിംഗ് പബ്ലിക് അഫെയർസിലുമാണ് അവാർഡ് ലഭിച്ചത്. അടുത്തത് പത്മഭൂഷൺ
പ്രതിഭ റോയ്, ഫീൽഡ് ഏതാ? ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ് ഒഡീഷയാണ്. സ്വാമി സച്ചിദാനന്ദ്, ഫീൽഡ് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ തന്നെയാണ്, സ്റ്റേറ്റ് ഗുജറാത്ത്. അടുത്ത ആൾ വശിഷ്ഠ് ത്രിപാഠി, ഐ തിങ്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന്. ഓക്കെ, ഫീൽഡ് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ് ഉത്തർപ്രദേശ്. ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ് ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പോൾ അടുത്ത ആൾ നോക്കാം. പത്മഭൂഷൺ ശ്രീ ഗുലാം നബി ആസാദ്, പബ്ലിക് അഫയേഴ്സിലാണ്, ജമ്മു ആൻഡ് കാശ്മീരാണ്. ശ്രീ വിക്ടർ ബാനർജി, ആർട്ടിലാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്, അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. അടുത്തത് മിസ് ഗോർമീത് ബാവ, ആർട്ടിൽ തന്നെയാണ്, പഞ്ചാബിൽ നിന്നാണ്. ശ്രീ ബുദ്ധദേവ് ഭട്ടാചാരി, പബ്ലിക് അഫയേഴ്സിലാണ്, വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് കേട്ടോ. ഒന്നുകൂടി നോക്കാം. ശ്രീ ഗുലാം നബി ആസാദ്, പബ്ലിക് അഫയേഴ്സ്, ജമ്മു ആൻഡ് കാശ്മീർ. ശ്രീ വിക്ടർ ബാനർജി, ആർട്ടിൽ, വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. മിസ് ഗുർമീത് ബാവ, ആർട്ടിൽ തന്നെയാണ്, പഞ്ചാബിൽ നിന്നാണ്. ശ്രീ ബുദ്ധദേവ് ഭട്ടാചാരി, പബ്ലിക് അഫയേഴ്സിൽ, അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. പത്മഭൂഷൺ ലഭിച്ച 17 പേരുണ്ട്. അതിൽ മുഴുവൻ ആളുകളെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കേരള PSC ഷോർട്സിൽ നമ്മുടെ ചാനലിൽ തന്നെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബേസ് ചെയ്തിട്ടും അല്ലാത്ത കറണ്ട് അഫയേഴ്സും അല്ലാത്ത ഒരുപാട് സിലബസ് ബേസ്ഡ് വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ 5 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ, സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരികയാണ്. അതിൽ 5ാം ക്ലാസ്സിൽ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 6ാം ക്ലാസ്സിലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാപ്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കേരള PSC അതുപോലെ HSC UPSC എക്സാംസൊക്കെ വരാനിരിക്കുകയാണ്. അതുപോലെ 10th പ്രിലിംസ് വരാനിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി കാണുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനലിൽ കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. പോരാത്തതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.